എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. കണ്ടെത്താം, പറയാം. 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. കടങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള കടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? പരസ്പരം പങ്കുവയ്ക്കും. യേശുദാസ് സിനിമയിൽ പാടിയതിന്റെ 60ാം വാർഷികത്തിൽ അനീഷ് നായർ നടത്തിയ അഭിമുഖത്തിലാണ് യേശുദാസ് തന്റെ ജീവിതത്തിലെ തീർക്കാൻ കഴിയാത്ത 2 കടങ്ങളുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമായി സിനിമയിൽ പാടാൻ പോയപ്പോൾ അന്ന് ട്രെയിൻ ടിക്കറ്റിന് 16 രൂപ നൽകി മത്തായി എന്ന ടാക്സി ഡ്രൈവർ സഹായിച്ചതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തേത് കവിയായ പി ഭാസ്കരൻ മാഷ് സഹായിച്ചതാണ്. യേശുദാസിന്റെ അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ പണമില്ലാതെ ഓടിയപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ 800 രൂപ കൊടുത്ത് സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ്. ഈ 2 കടങ്ങളാണ് യേശുദാസിന്റെ ജീവിതത്തിലെ വലിയ കടപ്പാടുകൾ. ഇത്തരത്തിൽ ആവശ്യഘട്ടങ്ങളിൽ നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഉത്തരം വിപുലമാക്കുക. ഗാനാലാപനം. യേശുദാസ് ആലപിച്ച ഗാനങ്ങളിൽ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയാണ്? ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക. ഒന്നാമത്, വടക്കുംനാഥൻ എന്ന സിനിമയിലെ ഗംഗേ എന്ന് തുടങ്ങുന്ന ഈ ഗാനം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഗാനം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എൻ്റെ നാട്ടുകാരനായ രവീന്ദ്രൻ മാഷ് അവസാനമായി സംഗീതം നൽകിയ പാട്ടാണിത്. ഇതിലെ ഗംഗേ എന്ന തുടക്കം വളരെ മികച്ചതും എല്ലാവരിലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതുമാണ്. രാവണപ്രഭു എന്ന ചിത്രത്തിലെ ആകാശദീപങ്ങൾ സാക്ഷി എന്ന ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് യേശുദാസ് ജീവൻ നൽകിയ പാട്ട്. ഈ ഒരു പാട്ടിലൂടെ ഭാര്യ മരിച്ചതിൽ വിഷമിക്കുന്ന നായകന്റെ ദുഃഖവും ഭാര്യയ്ക്ക് അയാളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സ്ഥാനവും വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഈ മഴതൻ വിരലി പുഴയിൽ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഹൃദയഹാരിയായ ഗാനം. സിനിമയിൽ ഈ ഗാനമില്ലെങ്കിലും ഈ ഗാനം സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമായിരുന്നേനെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും പ്രണയത്തിന്റെ ആത്മാവ് ഈ പാട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട യേശുദാസിന്റെ പാട്ടുകൾ കണ്ടെത്തി അവയുടെ കാരണവും എഴുതുക. അഭിപ്രായം വ്യക്തമാക്കുക. ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിന്റെയും കരുതലിന്റെയും കരങ്ങളുണ്ട്. പാഠഭാഗത്തെ ആസ്പദമാക്കി അഭിപ്രായം വ്യക്തമാക്കുക. ആദ്യമായി സിനിമയിൽ പാടാൻ പോകുന്ന സമയം യേശുദാസിന്റെ അച്ഛൻ വയ്യാതെ കിടപ്പിലായിരുന്നു. അതിനാൽ തന്നെ യേശുദാസിന് വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാത്ത അവസ്ഥയായിരുന്നു. ഈ അവസരത്തിലാണ് യേശുദാസിനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ തങ്ങളും തങ്ങളുടെ വാപ്പയായ തൈക്കാവ് തങ്ങളും സഹായിക്കുന്നു. മാത്രമല്ല, ട്രെയിൻ ടിക്കറ്റിന് പോലും പൈസ ഇല്ലാത്ത നേരത്ത് ടാക്സി ഡ്രൈവറായ മത്തായി പണം കൊടുത്ത് സഹായിക്കുന്നു. ചെന്നൈയിലെത്തി പനി പിടിച്ചത് കാരണം സിനിമയിൽ അവസരം നഷ്ടമായി അലഞ്ഞു നടന്നപ്പോൾ സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസൻ പാട്ടുപാടാൻ അവസരം നൽകി സഹായിക്കുന്നു. കഷ്ടപ്പാടും ദാരിദ്ര്യവും നിറഞ്ഞ ജീവിതാവസ്ഥയിൽ പോലും മകന്റെ സംഗീതവാസന വളർത്തിയ യേശുദാസിന്റെ അച്ഛനും അമ്മയും അടിയന്തര ഘട്ടത്തിൽ സഹായിച്ച പി ഭാസ്കരൻ മാഷ്, ഇങ്ങനെ ധാരാളം ആളുകളുടെ കരുതലിന്റെ കരങ്ങൾ യേശുദാസിന്റെ വളർച്ചയിൽ കരുത്തായി നിന്നിട്ടുണ്ട്. ലഘുവാക്യങ്ങളാക്കുക. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ പാഠഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി അവയെ ലഘുവാക്യങ്ങളാക്കുക. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു, എങ്കിലും എനിക്ക് വേണ്ടി ഒരിക്കലും ശുപാർശ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനായില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു ആയതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനായില്ല. അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല. അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടു, അതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല. മത്തായി 16 രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത്. മത്തായി 16 രൂപ തന്നു, അതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത്. അടുത്ത ചോദ്യം, ഡിജിറ്റൽ ജീവചരിത്രക്കുറിപ്പ്.
നിങ്ങളുടെ പ്രദേശത്തുള്ള കലാപ്രവർത്തകരുമായി അഭിമുഖ സംഭാഷണം നടത്തി അവരുടെ ജീവിതരേഖ, കലാരംഗത്തെ സംഭാവനകൾ, നേടിയ പുരസ്കാരങ്ങൾ എന്നിവ ശേഖരിച്ച് ഡിജിറ്റൽ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കലാകാരനെ കണ്ടെത്തി അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആരെയാണോ അഭിമുഖം നടത്തുന്നത് ആ വ്യക്തിയുടെ പ്രവർത്തന മേഖലയെക്കുറിച്ചുള്ള സാമാന്യ ധാരണ നേടിയിരിക്കണം. നമ്മൾ അഭിമുഖത്തിനായി തിരഞ്ഞെടുത്ത കലാകാരൻ ആ മേഖലയിൽ നൽകിയ സംഭാവനയും ഇടപെടലുകളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. കലാകാരന്റെ വ്യക്തിവിവരങ്ങൾ, കുടുംബം, ജീവിതം, ലഭിച്ച ബഹുമതികൾ, അംഗീകാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അറിവുണ്ടാകണം. ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കാനുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുക. ആലങ്കാരികമായതോ വളച്ചുകെട്ടലുകളുള്ളതോ ആയ ചോദ്യങ്ങൾ ഒഴിവാക്കുക. വ്യക്തിപരമായ വിഷമങ്ങളോ അതൃപ്തിയോ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക. ചോദ്യകർത്താവിനേക്കാൾ ഉത്തരം പറയുന്ന ആൾക്ക് കൂടുതൽ സമയം നൽകുക. അടുത്ത ചോദ്യം ഒരു പ്രതികരണക്കുറിപ്പാണ്. CR ഓമനക്കുട്ടൻ തന്റെ ഓർമ്മകളിൽ നിന്നും ഗായകനായ മെഹബൂബിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് എഴുതിയ ചോറും പാട്ടും എന്ന ഭാഗം വായിച്ച ശേഷം ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം. പ്രതികരണക്കുറിപ്പ്: നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല. നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ട് പാടുകയുമില്ല. ഗായകന്റെ ഈ വാക്കുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായി മാറുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അനശ്വരമായ ഒരുപിടി ഗാനങ്ങളിലൂടെ ഒരു തലമുറയുടെ ഹരമായി മാറിയ ഗായകനാണ് മെഹബൂബ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കലാകാരന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ്. താൻ ആവിഷ്കരിക്കുന്ന കലയിൽ ആരുടെയും നിയന്ത്രണങ്ങൾ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ദരിദ്രമായ അവസ്ഥയിലും അദ്ദേഹം ചോറ് ചോദിച്ചപ്പോൾ യാചനയോ അതിവിനയമോ കാട്ടിയില്ല. ചോറ് തന്നാൽ പകരം പാട്ടുപാടാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പാട്ട് കേട്ടിരുന്നവർ മറ്റു പാട്ടുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് പാടാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അവർ നൽകിയ ആഹാരത്തിന് പകരമായി അവർ പറയുന്ന പാട്ട് പാടുകയുമില്ല, അവർ പറഞ്ഞാൽ പാട്ട് നിർത്തുകയുമില്ല എന്നും അദ്ദേഹം അറിയിക്കുന്നു. ഇതിലൂടെ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കാണാൻ കഴിയുന്നത്. കലാവിഷ്കാരം നടത്തുമ്പോൾ സ്വതന്ത്രമായി ആവിഷ്കരിക്കുമ്പോഴേ കലയ്ക്ക് ജീവനുണ്ടാകൂ. എങ്കിലേ അതിന് മനുഷ്യ മനസ്സുകളിൽ സ്ഥാനവും ലഭിക്കുകയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ കലാകാരനാണ് മെഹബൂബ്. അതിനാൽ തന്നെയാണ് ആരുടെയും നിർദ്ദേശത്തിന് അനുസരിച്ച് പാടാതെ അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പാടുന്നത്. നന്ദി, നമസ്കാരം.